പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് എടുക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പ്രസ്താവിക്കുകയാണ്. ശിഷ്യന്മാർക്ക് 3-ാം തവണ പ്രത്യക്ഷനാകുന്ന യേശുവിനെയാണ് ഈ വേദഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായെങ്കിലും പത്രോസ് ലീഹായും മറ്റു ശിഷ്യന്മാരും ഭയചകിതരായിരുന്നു. അവർ പലതവണ നിരാശയിലേക്ക് പോയിരുന്നു. കാരണം അവരുടെ നാഥൻ നഷ്ടപ്പെട്ടു. ഉദ്ധാനം ഒരു മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അവർ വിശ്വാസരാഹിത്യത്തിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസ് പറയുന്നു, ഞാൻ എൻ്റെ ജോലിയിൽ ഏർപ്പെടാൻ പോവുകയാണ്. പത്രോസ് മറ്റു ശിഷ്യന്മാരോടൊപ്പം ഭയചകിതരായിരുന്ന സാഹചര്യത്തിൽ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഉടനെ മറ്റു ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും കൂടെ പോരുന്നു. നിരാശയുടെയും പ്രത്യാശയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പത്രോസ് ലീഹായുടെ ഈ ഒരു തീരുമാനം ഒരുപക്ഷെ നമുക്ക് പ്രയാസമുണ്ടാക്കിയെങ്കിലും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. യേശുക്രിസ്തുവിൽ, പ്രത്യേകിച്ച് ഉദ്ധിതനായ യേശുക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമില്ലാതെ പോകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പത്രോസ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പല സാഹചര്യങ്ങളിലായിരിക്കുന്ന നാം ഓരോരുത്തരും നിരാശയുടെ മധ്യത്തിൽ, നാഥനില്ലാത്ത സാഹചര്യങ്ങളിൽ അനാഥരാകുന്നു എന്നുള്ള ഫീലിങ്ങിൽ നാം പഴയതിലേക്ക് തിരിഞ്ഞു പോകാറുണ്ട്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആ രാത്രിയിൽ അവർ അധ്വാനിച്ചു, ഒരുപാട് തവണ വലയെറിഞ്ഞു. വളരെ എക്സ്പേർട്ടായിട്ടുള്ള പത്രോസും കൂട്ടരും ധാരാളം തവണ വലയെറിഞ്ഞെങ്കിലും ഒന്നും അവർക്ക് പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. നിരാശരായി പകലന്തിയോളം വർക്ക് ചെയ്ത് രാത്രിയുടെ യാമങ്ങളിൽ വലയെറിഞ്ഞിട്ടും ഒന്നും കിട്ടാതെ വെളുപ്പാങ്കാലം വരെ അവർ നോക്കിയിരുന്നു. നിരാശ അവരെ വീണ്ടും തളർത്തുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ക്രിസ്തു ഇല്ലാത്ത ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. ക്രിസ്തു ഉണ്ടെങ്കിൽ എന്തെങ്കിലും നേടുവാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ അവർക്ക് അപരിചിതനായി യേശു കടൽക്കരയിൽ വന്ന് നിൽക്കുകയാണ്. യേശു കടൽക്കരയിൽ വന്ന് നിന്നതിന് ശേഷം അവരോട് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധേയമാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഈ ചോദ്യം അർത്ഥവത്താണ്. ശിഷ്യന്മാരുടെ ജീവിതത്തെ തുറപ്പിക്കുന്ന, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആ രാത്രിയിൽ അറിയാം, യേശുവിനെ കൂടാതെ അവർ അധ്വാനിച്ചിരുന്നു. യേശുവിനെ കൂടാതെയുള്ള അധ്വാനം നിരാശജനകമാണെന്ന് മനസ്സിലാക്കുന്ന ചോദ്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നത്. എന്നാൽ യേശു അവരോട് പറയുന്നു, നിങ്ങളുടെ നിരാശയുടെ മധ്യത്തിൽ, നിങ്ങൾ എന്നെ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, പടകിൻ്റെ വലത്തുഭാഗത്തേക്ക് വലവീശാൻ പറയുന്നു. അതൊരു അത്ഭുതമായി മാറുകയാണ്. അത്ഭുതമെന്ന് പറയുമ്പോൾ ഒരു മീൻ ചോദിച്ച മനുഷ്യർക്ക് യേശു കർത്താവ് വലവീശുന്നതിലൂടെ അവർക്ക് ഒരു ചാകര സമ്മാനിക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇഫ് യു ആർ വിത്തൗട്ട് ക്രൈസ്റ്റ് യു ആർ സീറോ, ഇഫ് യു ആർ വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ എന്ന ആപ്തവാക്യം ഇവിടെ പ്രസക്തമാകുകയാണ്. യേശു ഇല്ലാത്ത ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. ഇന്ന് മനുഷ്യൻ്റെ നിരാശയിൽ, മനുഷ്യൻ്റെ അധപ്പതനത്തിൽ, മനുഷ്യൻ്റെ പരാജയ നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ ത്യജിച്ചിട്ട്, ക്രിസ്തുവിനെ തമസ്കരിച്ചിട്ട്, തിരസ്കരിച്ചിട്ട് പലതും നേടുവാൻ പോകുന്ന സാഹചര്യത്തിൽ ഒന്നും നേടിയെടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഒരു വെല്ലുവിളിയാണ്. യേശു അവരോട് പറഞ്ഞു, ആഴങ്ങളിലേക്ക് വല വീശാൻ. ആഴങ്ങളിലേക്ക് വല വീശുന്ന സാഹചര്യത്തിൽ അവരുടെ ജീവിതം ധന്യമാകുകയാണ്. ഒരു പെരുത്ത മീൻകൂട്ടം കണ്ട് ഭയക്കുകയാണ്. തിരിച്ച് അവർ മടങ്ങി വരുന്ന സമയത്ത് യേശു അവർക്ക് കടൽക്കരയിൽ ആഹാരം ഒരുക്കുന്നു. ആ ആഹാരം ഒരുക്കുന്നതിലൂടെ യേശുവിൻ്റെ കരുതൽ കാണാൻ കഴിയുന്നുണ്ട്. യേശു അവർക്ക് പൊരിച്ച മീനും അപ്പവും കൊടുക്കുകയാണ്. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാൻ ദൈവം നിങ്ങൾക്കിത് അപ്പവും മീനും തരുന്നു. അങ്ങനെ അവർ ഭക്ഷിച്ച് സംതൃപ്തരായി. ഇത് ശരിക്കും ഒരു ലിറ്റർജിയുടെ ആസ്പെക്റ്റാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ അപ്പം എടുത്താലും അവൻ വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. നമ്മുടെ നിരാശയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് ഈ ഒരു അനുഗ്രഹമാണ് തരുന്നത്. ഒന്ന്, പ്രതിബന്ധങ്ങളിൽ, പ്രതിസന്ധികളിൽ യേശുവിൻ്റെ ഉപദേശം നാം സ്വീകരിക്കണം. രണ്ട്, ആ ഉപദേശത്തിനനുസരിച്ച് നാം വർത്തിക്കണം. ഉപദേശം അനുസരിക്കുമ്പോൾ ജീവിതം മറ്റൊരു അത്ഭുതമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ 99% ദൈവം ചെയ്യുന്നതാണ്.
ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്നതാണ്. 1% മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വിരുന്നുകൾ ഉണ്ടാകാൻ വേണ്ടി യേശുവിനെ നാം പൂർണ്ണമായി വിശ്വസിക്കണം. യേശുവിൽ നാം അടിയുറച്ച് നിൽക്കണം. യേശുവിൻ്റെ വാക്ക് കേൾക്കണം. യേശുവിൻ്റെ വചനം നാം ശ്രദ്ധിക്കണം. നിരാശയുടെ മധ്യത്തിൽ, പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ യേശു അരികിലുള്ള ഇമ്മാനുവൽ ദൈവമാണ്. 3-ാം തവണ ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ യഥാർത്ഥമായി ഉദ്ധാനം ചെയ്തിരിക്കുന്നു. അതിന് വ്യക്തമായ തെളിവാണ്. ആ തെളിവ് അവർക്ക് അനുഗ്രഹമായി മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിത പശ്ചാത്തലങ്ങളിൽ ഈ ഒരു വിശ്വാസത്തിലേക്ക് വളർന്നു വരുവാൻ നമ്മുടെ ലിറ്റർജിയും നമ്മുടെ വചനപാരായണവും നമ്മുടെ വചനധ്യാനവും അതോടൊപ്പം തന്നെ നമ്മുടെ കുർബാനകളും ഇടയാക്കട്ടെ. യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറയുന്നു, നിങ്ങൾ വന്ന് ഭക്ഷിക്കുക, നിങ്ങൾ വന്ന് പാനം ചെയ്യുക. അത് എല്ലാ ഞായറാഴ്ചയും കേൾക്കുമ്പോൾ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ജീവിതത്തിൻ്റെ വൈതരണികളുടെ മധ്യത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവാനായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം. അതിന് ഇന്നത്തെ ഈ വചനം നമുക്കിടയാക്കട്ടെ. ഈ വചന കേൾവി നമുക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്മകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.